ബിഗ് ബോസ് മലയാളം സീസൺ 5ന്റെ ലൈവ് അപ്ഡേറ്റ്സ് ആണ്. ബിഗ് ബോസ് വീടിനകത്ത് അടി ഇടി മേളം തുടങ്ങാൻ പോകുന്നു. ഗംഭീരമായ ഒരു വീക്കിലി ടാസ്ക് എത്തിയിരിക്കുകയാണ്. മത്സരാർത്ഥികൾക്ക് എങ്ങനെ വേണമെങ്കിലും ജയിക്കാനായിട്ട് ഈ ടാസ്കിൽ അവസരമുണ്ട്. അതാണ് ഈ ഒരു ടാസ്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മിഷൻ എക്സ് എന്നാണ് ടാസ്കിന്റെ പേര്. ബിഗ് ബോസിനകത്തെ ഗ്രൂപ്പിസവും ഗ്രൂപ്പ് കളികളൊക്കെ ഇതോടുകൂടി അവസാനിക്കും. അതുപോലെ തന്നെ ഈ ഒരു ടാസ്കിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. തോൽക്കുന്നവർ മുഴുവനും നോമിനേറ്റഡ് ആകുന്ന ഒരു ടാസ്ക്. ഇനി ഈ ഒരു ടാസ്കിനെ പറ്റി പറയാം. മത്സരാർത്ഥികളെ 2 ടീമായിട്ട് തിരിച്ചിട്ടുണ്ട്. ആൽഫ ആൻഡ് ബീറ്റ. റോക്കറ്റ് ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുക, ഇതാണ് ഇവിടുത്തെ ഗെയിം. ഇതിനു വേണ്ടി 4 ഫ്യൂസുകളാണ് ഈ ഒരു റോക്കറ്റ് വിക്ഷേപിക്കാനായിട്ട് ഉള്ളത്. 4 ഫ്യൂസും കൃത്യമായിട്ട് വെച്ചാൽ ആ ടീം ജയിക്കും. ബസർ അടിക്കുമ്പോഴാണ് ഈ ഫ്യൂസുകൾ, ഓരോ ഫ്യൂസ് വെക്കാനും ബസർ അടിക്കും. അപ്പോഴാണ് ഇത് കൃത്യമായിട്ട് കൊണ്ടുപോയി വെക്കേണ്ടത്. അതേസമയം ഈ ഒരു ഫ്യൂസ് കൃത്യമായിട്ട് കൊണ്ടുചെന്ന് വെക്കാതെ നോക്കുക എന്നതാണ് മറു ടീമിന്റെ ലക്ഷ്യം. അതായത് അവർ ഒരിക്കലും അത് അവിടെ കൃത്യമായിട്ട് വെക്കാൻ പാടില്ല. വെച്ച് കഴിഞ്ഞാൽ ആ ടീം ജയിക്കും. അപ്പൊ വെക്കാതെ നോക്കേണ്ടതാണ് എതിർ ടീമിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇവിടെ യാതൊരു തരത്തിലുള്ള ടാസ്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോരടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അനുവിനോടാണ് ഗ്രൂപ്പുകളായിട്ട് കണ്ടസ്റ്റൻസിനെ തിരിക്കാനായിട്ട് പറയുന്നത്. ഒടുവിൽ ബിഗ് ബോസിനകത്തെ ഗ്രൂപ്പുകളായിട്ട് നിൽക്കുന്നവർ തന്നെ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് മാറുകയാണ്. അതായത് ജുനൈസ്, സാഗർ, റെനീഷ, നാദിറ, മിഥുൻ, സെറീന, അഞ്ജുസ്, ഇവരാണ് ഒരു ഗ്രൂപ്പ്. ഈ ഒരു ഗ്രൂപ്പിന്റെ പേര് ആൽഫ ഗ്രൂപ്പാണ്, ആൽഫ ടീം. അതിന് അനുവിനെ അറിയാം. അങ്ങനെ ആ ഒരു സ്ട്രോങ് ആയ ടീമിലേക്ക് തന്നെ അനു എത്തിയിട്ടുണ്ട്. അങ്ങനെ അനു അടക്കം 8 പേരാണ് ഈ ഒരു ബീറ്റ ടീമിലുള്ളത്. 7 പേരാണ് ആൽഫ ടീമിൽ അംഗങ്ങളായിട്ടുള്ളത്. ഇന്നും നാളെ ആയിട്ടാണ് ഈ ഒരു ടാസ്ക് നടക്കുന്നത്. ഇന്ന് ബീറ്റ ടീമാണ് ഈ ഒരു ഗെയിം കളിക്കുന്നത്. അതായത് ഫ്യൂസ് വെക്കേണ്ടത് ഇന്ന് ബീറ്റ ടീമാണ്, എതിർക്കേണ്ടത് ആൽഫ ടീമാണ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു അടിയൊക്കെയാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത്. ബാത്റൂമിന്റെ വാതിലൊക്കെ ഒമർ ചവിട്ടി പൊളിക്കുകയാണ്. കാരണം 5 ദിവസം ഈ ഒരു ഫ്യൂസും കൊണ്ട് ബാത്റൂമിൽ ഒളിച്ചു കയറിയിരിക്കുകയാണ്. കുറെ തവണ വാതിൽ തുറക്കാനായിട്ട് ശ്രുതി ഒമറൊക്കെ പറഞ്ഞിട്ട് 5 ദിവസം വാതിൽ തുറക്കുന്നില്ല. കൂടാതെ സാഗറിന് നല്ല രീതിയിൽ ഒന്ന് പ്രൊവോക്ക് കൂടെ ചെയ്തപ്പോൾ ഒമർ ആ വാതിൽ ചവിട്ടി പൊളിക്കുകയാണ്. ഇത് വരും ദിവസങ്ങളിൽ വലിയ ഇഷ്യൂ ആവാനായിട്ട് സാധ്യത. ഒമർ ലുലുവിനെതിരെ മിക്കവാറും ബിഗ് ബോസ് ഒരു നടപടി എടുക്കാനും സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും വരുന്ന അപ്ഡേറ്റുകളെല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ അപ്പോൾ തന്നെ നൽകുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ഒരു ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും.